രാവിലെ ആനയൊക്കെ വന്നിട്ട് എഴുന്നേറ്റ് വീട്ടിൽ പോടാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് പോകും. അങ്ങനെ ഇപ്പോൾ സൂഹിക്കണ്ട, ഞാൻ കാലഘട്ടം പറഞ്ഞാൽ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് പറയുന്നില്ല. കരളിലെഴുമീണങ്ങൾ ചുണ്ടു നുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. എനിക്ക് നിനക്ക് ഇഞ്ചി വേണേ നീ പോയി മേടിക്കും. ലെനിൻ രാജൻ സാറിൻ്റെ ഒരു പടം ചെയ്തിരുന്നില്ലേ? പുള്ളി പോലും അറിഞ്ഞില്ല ഞാനതിനകത്തുണ്ടാകും. അങ്ങനെ ഒരു തോന്നലേ ഇല്ല. ഏത് കിട്ടിയാലും ചെയ്യും. ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു, ചുമട്ടുതൊഴിലാളിയായിരുന്നു. കണ്ണൂർ എക്സ്പ്രസിനകത്ത് കയറി പിച്ചക്കാരെല്ലാം കൂടെ കിടന്നു, അവരുടെ കൂടെ കയറി കിടന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. നമസ്കാരം. മീഡിയ ഗ്രാഫിക്സിൻ്റെ സെലിബ്രിറ്റി സെലിബ്രേഷൻ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് മാവേലിക്കരയിലാണ്. ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ് മാവേലിക്കര. അവിടെ നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് ഒരു കൗണ്ടർ രാജാവിനെയാണ്. അത് മറ്റാരുമല്ല, ഷാജി മാവേലിക്കര. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമസ്കാരം. നമസ്കാരം ചേട്ടാ. എന്തോ എന്താണ് ഇതിൻ്റെ രഹസ്യം? എന്ത് ഈ കൗണ്ടറിൻ്റെ? അയ്യോ, അത് നമ്മുടെ തൊഴിലല്ലേ. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ എല്ലാം കിട്ടും. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾ ഉസ്താദുകളല്ല, അവർ നമ്മുടെ ക്യാമറ ചെയ്യുന്ന അവർ അതിനകത്ത് അവർ കാരണം എപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞാലേ, ഇപ്പം ഈ പ്രോഗ്രാമിന് ബമ്പർ അടിക്കുമെന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കുറച്ച് മൊത്തത്തിലൊരു പാക്കേജിലുള്ളൊരു കൗണ്ടറിൻ്റെ അവരും എല്ലാം അവർക്ക് ചിരിക്കാൻ തോന്നണം. ആ സംഭവം മറ്റ് മത്സരാർത്ഥികളായാലും മറ്റ് നമ്മൾ ഏത് സ്കിറ്റ് കണ്ടാലും അതിനെക്കാട്ടിൽ ഇപ്പോൾ ഒരു സ്കിറ്റിന് ഇതിനു മാത്രം കൗണ്ടർ വേണം ചിന്തിച്ചു. കാരണം നമുക്കൊരു സ്ഥലത്ത് പോലും ലാഗ് തോന്നിക്കുന്നില്ല. അത് കൗണ്ടറുകൾ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് അവരെ അതിനെക്കുറിച്ച് വല്ലതും സംസാരിക്കാറുണ്ടോ? ഉണ്ട്, എല്ലാവരും സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് മഞ്ജു എപ്പോഴും അങ്ങനെ പറയുന്നത്. കാരണം നിങ്ങളൊരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് ഇതൊന്ന് ചിന്തിക്കാൻ അവസരം തരുന്നില്ല. നിങ്ങളുടെ സ്കിറ്റ് വന്നു കഴിയുമ്പം ഒരു യൂട്യൂബിലായാലും ഒരു 9 പ്രാവശ്യം 10 പ്രാവശ്യമെങ്കിലും ആൾക്കാർ കാണുമെന്ന് പറഞ്ഞു. കാരണം അത് അവർക്ക് ലാഭമാണ് അവരുടെ യൂട്യൂബ് ചാനലിൽ. കാരണം അത്ര ടൈം കിട്ടുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞത്, ഈ കൗണ്ടർ ആസ്വദിച്ച് ചിരിച്ചു കഴിയുമ്പോൾ ബാക്കി 2 കൗണ്ടർ പാസ് ചെയ്തത്. അപ്പം അങ്ങനൊരു അത് വലിയൊരു എന്തോ ഈശ്വരാനുഗ്രഹം. ഞാൻ തന്നെ ചേട്ടൻ്റെ വലിയൊരു ആരാധകനാണ്. ശരിക്കും നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷനുള്ള അപ്പോൾ യൂട്യൂബിൽ നിങ്ങളുടെ ഒരു പ്രോഗ്രാം, നിങ്ങളുടെ ടീമിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് മാറും ഇല്ലേ? അത് അതിഗംഭീരമായിട്ടാണ്. അത് നമ്മളൊരു മുഖസ്തുതിക്ക് വേണ്ടി ഒന്നും പറയുമല്ല, സത്യസന്ധമായിട്ട് ഉള്ളി എന്ന് പറയുന്നതാണ്. ഇപ്പം അവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ, നമ്മുടെ ഒരു മെമ്പർ ചിരിയുടെ കാര്യം പറയുവാണെങ്കിൽ, അപ്പോൾ അവിടുത്തെ മഞ്ജു ചേച്ചിയുണ്ട്, സാബു ചേട്ടനുണ്ട്, നസീറയ്ക്കുണ്ട്, കാർത്തിക് സൂര്യയുണ്ട്. അവരെങ്ങനെയാണ് ആ ഒരു ടീം? പിന്നെ അണിയറെ നമ്മൾ കാണാത്ത വേറെ ഒരുപാട് ഇഷ്ടമാണ്. അതിനെക്കുറിച്ചൊന്നും പറയാം. എല്ലാവരും അതായത് ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ, അതായത് ടോട്ടൽ ക്യാമറ ടീമായാലും ആർട്ടിൻ്റെ ടീമായാലും പ്രൊഡക്ഷനിലെ ആൾക്കാരായാലും പിന്നെ ജഡ്ജസും ബാക്കി ഡയറക്ടേഴ്സും എല്ലാവരും അവരൊറ്റക്കെട്ടായിട്ട് ഇതിനു വേണ്ടി, ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി എപ്പോഴും 24 അവേഴ്സും അവർ തയ്യാറാണെന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ പ്രൊഡ്യൂസറാണ് രഞ്ജിത്ത് എന്ന് പറയുന്നത്. അദ്ദേഹമൊക്കെ 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. കാരണം ആ പ്രോഗ്രാം ഏറ്റവും ടോപ്പ്, ഒരുപാട് ആൾക്കാർക്ക് നന്മ ഉണ്ടാക്കി കൊടുത്ത പ്രോഗ്രാം. തീർച്ചയായിട്ടും. ഈ പ്രൊഡ്യൂസേഴ്സിന് എങ്ങനെയാണ് നിങ്ങളോട് സ്നേഹമാണ്? കാരണം ഉള്ള പൈസയിൽ നിങ്ങളല്ലേ കൊണ്ടുപോകുന്നത്. വളരെ സന്തോഷമാണ്. കാരണം കോവിഡ് കാലത്ത് ഒരുപാട് സ്റ്റേജ് ആർട്ടിസ്റ്റുകളുടെ പട്ടിണി മാറ്റി. നാടകക്കാർ വരുമായിരുന്നു. അത് വിവിധ തരം നാടകങ്ങൾ, ചവിട്ട് നാടകം മുതൽ ഇങ്ങോട്ടും എല്ലാ നാടകങ്ങളും, പിന്നെ സൈക്കിളച്ചക്കാർ എല്ലാവരും വരുമായിരുന്നു. അവർക്കൊക്കെ ഒരു മാർഗ്ഗമായിരുന്നു. അതെ. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ കൗണ്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം കൊണ്ടുള്ള മറ്റുള്ളവർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് കണ്ടിട്ട് നമുക്ക് ഒരുമാതിരിപ്പെട്ട ഒന്നും കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രോഗ്രാംസിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിക്കൻ പോലീസുകാരനാണ്. അത് ചേട്ടൻ ഏതെങ്കിലും ഒരു പോലീസുകാരനെ കണ്ടിട്ട് അധികം തോന്നിയാണോ, അതോ ചേട്ടൻ്റെ സ്വന്തമായിട്ട് അങ്ങനെ ഒരു? ഇല്ല, അത് നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മൾ ദിവസം കാണുന്നതല്ലേ, എല്ലാവരും പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചെറിയൊരു കൗതുകമാണ്. അങ്ങനെ എൻ്റെ ഒരു അനിയച്ചാറുണ്ട്, ഗോപൻ എന്ന് പറയുന്നത്, ചിറ്റപ്പൻ്റെ മോനാണ്. അപ്പം പുള്ളിയുടെ അടുത്തുള്ള അവന് വിക്കുണ്ട്. അപ്പോൾ അവനെ കളിയാക്കി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ പുള്ളിക്കത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അതുകൊണ്ട് 2 ക്യാരക്ടർ ആ ഒറ്റ വ്യക്തി കൊണ്ട് കിട്ടിയത്. ഒരു ഗോപൻ ഗുണ്ടയുണ്ടായി, ഈ വിക്കം പോലീസുകാരനും. അവൻ ഇതുപോലെ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്, എനിക്ക് നിനക്ക് ഇഞ്ചി വേണേ നീ പോയി മേടിക്കും. അതല്ലേ എനിക്ക് ജീപ്പിൽ പോകേണ്ട സമയമായെന്ന്. ജീപ്പിൻ്റെ അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പോലീസിൻ്റെ ക്യാരക്ടർ ഉണ്ടാക്കിയത്. നമ്മുടെ എല്ലാവരുടെയും സൗഹൃദത്തിൽ
ഒരാൾ കാണും ഇതുപോലെ നമ്മൾ എന്ത് സംസാരിച്ചു ഇടയിൽ കൂടെ ഒരു കൗണ്ടർ അടിക്കാനും അത് എവിടുന്ന് വരുമെന്ന് നമുക്കറിയില്ല. പണ്ട് സിദ്ദിഖ് ലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടാണ്. സിദ്ദിഖ് പറഞ്ഞാൽ ലാൽ ഇതുപോലെ കൗണ്ടർ അടിക്കും ഓരോ സ്ഥലത്ത് പോയിട്ട് ഒരു പറയേണ്ടാത്ത സ്ഥലത്ത് പോലെ പോയിട്ട് ഒരു കൗണ്ടർ അടിച്ചു. അപ്പോൾ സിദ്ദിഖ് ചോദിച്ചു, എടാ എന്തിനാണ് നീ അവിടെ സംസാരിച്ചത്? ഞാനിടാ ഇത് അവിടെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ അത് വേറെ ആ ഒരു കൗണ്ടർ അടിക്കാൻ വേറെ സ്പേസ് ഇല്ല. അവർക്ക് സ്വന്തമായിട്ട് ആ ബ്രെയിനിൽ നിന്ന് അത് വരുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ട് രജിത്ത് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചെടുക്കുമ്പോൾ ഇതുപോലത്തെ കൗണ്ടർ അടിക്കും. അപ്പം നമുക്ക് തന്നെ തോന്നിപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ചേട്ടനും ഇതുപോലെ ചേട്ടൻ്റെ സുഹൃത്ത് കൂട്ടായ്മയിൽ ചേട്ടൻ ഇങ്ങനെ ഉള്ളതാണോ? കുറേ മാവേലിക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര നഗരിയാണ്. ഇഷ്ടംപോലെ ആരാധനാലയങ്ങളുള്ള ഈ പള്ളിയായാലും അമ്പലമായാലും 4 വഴിക്കുണ്ട്. ഓരോ സ്ഥലത്തും പ്രോഗ്രാംസ് ഇഷ്ടം പോലെ വരും. ചെറുപ്പം മുതലേ നമ്മൾ അതിൻ്റെ പുറകിലായിരുന്നു. സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയി കിടന്ന രാവിലെ ആനയൊക്കെ വന്നിട്ട് എഴുന്നേറ്റ് വീട്ടിൽ പോടാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് പോരും. അപ്പോൾ ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ കലയോട് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നുന്നതും അങ്ങനെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, നമുക്കറിയാത്ത ഒരു മാവേലിക്കര ശാരി, അതായത് ചേട്ടൻ ഒരു പാട്ടിനോട് താല്പര്യമുള്ളൊരു വ്യക്തി, പാട്ട് പഠിക്കാൻ വേണ്ടിയാണ് ശരിക്കും അല്ലേ ഒരു പ്രൊഫഷണൽ ഒരു ഗായകനാവാനാണ് ആദ്യം ചേട്ടൻ താല്പര്യപ്പെട്ടിരുന്നത്. ആദ്യം മൃദംഗിഷ്ടായിരുന്നു. ഇവിടെ പിന്നെ അച്ഛൻ ഒരാളിനെ വരുത്തി, മാവേലിക്കര രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു മൃദംഗിഷ്ട. പുള്ളി വിളിച്ചു വരുത്തിയിട്ട് ഭയങ്കര അടുപ്പീരായിരുന്നു. 4 വർഷമൊക്കെ മൃദംഗം പിടിച്ച് കച്ചേരിയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രായത്തിനനുസരിച്ച് ആഗ്രഹങ്ങൾ മാറുമല്ലോ. അന്നേരം പാട്ടിനോടായി ഉടനെ പിന്നെ SLC പാസ്സാക്കി സംഗീത കോളേജ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ വരെ മാർഗമൊന്നുമില്ല. കാരണം വാടക തികയുന്നില്ല, ഫുഡ് കഴിക്കാൻ. അപ്പോൾ പിന്നെ നമ്മൾ പതിയെ കുറച്ച് കോളേജിലുള്ള പിള്ളേരെല്ലാം കൂടെ മിമിക്രിയൊക്കെ തല്ലിക്കൂട്ടി മാട്ട കളിക്കുക. അപ്പോൾ അന്ന് 500 രൂപ കിട്ടും. 500 രൂപയൊക്കെ വളരെ വലുതാണ്. അങ്ങനെ തുടങ്ങി പിന്നെ കോളേജിൽ പോക്കില്ല. ഇത് അങ്ങ് ഇതായി, അതൊരു നിമിത്തമായെന്ന് പറയും അല്ലേ? പിന്നെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുടുംബം അച്ഛനും അമ്മയും മരിച്ചുപോയി. 2 പേരും അധ്യാപകരായിരുന്നു. ഞങ്ങൾ 4 പേരാണ്. മൂത്ത ചേച്ചി 2 ചേച്ചിമാരുണ്ട്. പിന്നെ ഇളയത് എൻ്റെ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ മരിച്ചുപോയി. പുള്ളി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. ഇടുക്കിയിലായിരുന്നു. BP കൂടിയിട്ട് പുള്ളി മരിച്ചു. പിന്നെ മൂത്ത ചേച്ചി പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അനാറ്റമി പ്രൊഫസറായിരുന്നു. പുള്ളി പെൻഷനായി. ഇപ്പം 12 അവർ താമസിക്കുന്നു. രണ്ടാമത്തെ ചേച്ചി മ്യൂസിക് ടീച്ചറാണ്. നിലമ്പൂർ മാനവേദൻ ഹൈസ്കൂളിലെ ടീച്ചർ. അവരെല്ലാം വിവാഹം കഴിച്ച് കല്യാണം കഴിച്ച് അവിടെ തന്നെ സ്ഥലമൊക്കെ മേടിച്ച് വീട് വെച്ച് അവരെല്ലാം താമസിക്കുന്നു. ചേട്ടൻ ഇടുക്കി. ശരി. പിന്നെ ഞാനും വൈഫും 2 മക്കളും. അതാണ് നമ്മുടെ ചെറിയ കുടുംബം. മൂത്താള് പത്മനാഭൻ എന്ന് പറയും, മൂത്ത മോൻ. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. പരീക്ഷയ്ക്ക് പോയിരിക്കുന്നു. ഇളയാള് കിച്ചു എന്ന് വിളിക്കും ഞങ്ങൾ. ഷാലിൻ ഷാജി എന്നാണ് പുള്ളിയുടെ പേര്. ശരി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈഫ് ശാലിനിയെ. ചേച്ചി എങ്ങനെ സപ്പോർട്ടാണോ? പിന്നെ ആണല്ലേ. ചേച്ചി അടുത്ത് ഈ കൗണ്ടറുകളൊക്കെ ചോദിക്കണം, ചേച്ചിയോട് ചോദിക്കണം. ഇങ്ങോട്ട് കൗണ്ടർ അടിക്കും. തോന്നില്ലേ? ഒരു ദിവസം തന്നെ 5 വട്ടമൊക്കെ ചമ്മി പോകുന്നു. അതായത് നമ്മുടെ ഓഡിയൻസിനെ കീഴടക്കുന്ന ഷാജി ചേട്ടനെ ഒതുക്കുന്ന ആള്, ഇവിടെ കൗണ്ടർ അടിച്ച് ഒതുക്കുന്ന ആളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കിച്ചു. ഇളയാള് ഇതാ ശാലിനി. നമസ്കാരം. ശാലിനി എൻ്റെ ഭാര്യ. എന്തുകൊണ്ട് ചേട്ടൻ്റെ ഈ കൗണ്ടറുകൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ചേച്ചിയും കട്ടയ്ക്ക് ഓപ്പോസിറ്റ് അടിക്കുമോ കൗണ്ടറുകൾ? അവളെ കൂടുതൽ കൗണ്ടർ അടിക്കുന്നു. ആണല്ലേ? ഞങ്ങളെല്ലാവരും ചമ്മി. ഒരു ദിവസം ടീമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടര ഒരു കോമ്പിനേഷൻ ഒരു നോക്കരുതോ ഈ ബമ്പർ സീരിയൽ? വേണ്ട, അവിടെ ഇവിടെ എന്നെ ഓർത്തേക്ക്. അത് ശരിയല്ലേ. പിന്നെ ചേട്ടൻ്റെ പാർട്ണർ, അതായത് അദ്ദേഹത്തിന് ഞങ്ങൾ നേരത്തെ ഒരുമിച്ച് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു കുറേ വർഷങ്ങൾ കൊണ്ടുള്ള. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലവേഴ്സ് ചാനലുണ്ടായിരുന്നു. സൂപ്പർ നൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചാ. ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ നിന്നപ്പം ബാക്കി 3 പേര് അവിടെ നിന്നു, ഞങ്ങൾ 2 പേര് ഇങ്ങോട്ട് ചാടി. പക്ഷേ ചേട്ടൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണമെങ്കിൽ പുള്ളിക്ക് ഒരു പ്രത്യേക അവാർഡ് കൊടുക്കണം അല്ലേ? പുള്ളി അതിനനുസരിച്ച് തന്നെ കൗണ്ടറിങ്, അത് ഒരാളൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം പോകത്തില്ലേ? തീർച്ചയായും. അത് ചേട്ടൻ നല്ലൊരു കെമിസ്ട്രി അവിടെ വർക്കൗട്ട് ആവുന്നുണ്ട് അല്ലേ? എന്നാലും ചേട്ടൻ്റെ ബെസ്റ്റ് ഒരു പേരാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, നമ്മൾ പറഞ്ഞ അതിലപ്പുറത്തില്ല, അവൻ പറഞ്ഞ അതിലപ്പുറത്ത് ഞാൻ. അതാണ് ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ കിട്ടുന്നത്. ഏത് ക്യാരക്ടർ എങ്ങോട്ട് ചെയ്യണം ഒന്നും ഒരു വിഷമവും ഇല്ല, കുശുമ്പില്ലാത്ത. അത് ഭയങ്കര ഭാഗ്യം. ഈ സിനിമയിൽ കുറച്ച് തിരക്കുകളായല്ലോ, അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ, ഇപ്പോൾ മെമ്പർ സീരിയഡ് ഉണ്ട്, സിനിമ ലൊക്കേഷൻ, അതെല്ലാം കൂടെ എങ്ങനെ ക്ലാഷ് ആവാതെ പോകാൻ പറ്റുന്നുണ്ടോ? നമുക്ക് വലിയ ഭാഗ്യമാണ് കേട്ടോ. ഒരുപക്ഷെ നമ്മൾ ഉപദ്രവകാരി അല്ലാത്തത് കൊണ്ടാവാം ദൈവം അങ്ങനൊരു ഭാഗ്യം തന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നെ ബമ്പർ സീരീസ് ഇപ്പം ഞാനൊരു മാസത്തേക്ക് അമേരിക്ക പോയായിരുന്നു. 1 മാസം 15 ദിവസം. വിനോദിന് വിസ അടിച്ചില്ലായിരുന്നു.
പക്ഷേ ആ സമയത്തും അവന് മൈക്ക് സെറ്റൊക്കെ ഉണ്ടല്ലോ, സ്വന്തമായിട്ട് കുറേ സിസ്റ്റം, ഒന്ന് രണ്ട് ഉത്സവത്തിന് കൊടുക്കാനുള്ള സാധനം ഉണ്ടല്ലോ. മുതലാളിയാ പുള്ളി അതും കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടുന്ന് വിളിച്ച് പുള്ളിയില്ല വേറെ പേരിനെ തരാം, ഇല്ല ഞാൻ വരുന്നില്ല, ആണോ പോകത്തില്ല. കാരണം അന്നേരം ഉള്ള ഒരു പക്ഷേ ഇടിഞ്ഞു പോയാലേ അവൻ്റെ മാർക്കിനത് കേട്ടോ. പിന്നെ സിനിമയുടെ ഡേറ്റ് വരുന്നതും ഈ ഷെഡ്യൂൾ ഇല്ലാത്തപ്പോഴാണ് വരുന്നത്. അതൊക്കെ എങ്ങനെ ഭാഗ്യം. സത്യം നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ദൈവം അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടേക്കുന്നത്. പിന്നെ സുരാജ് വെഞ്ഞാറുമൂടുമായിട്ടുള്ള ചേട്ടൻ്റെ അത് നമ്മൾ കോളേജ് പഠിച്ചു കഴിഞ്ഞ് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ അന്നേരം എല്ലാം മിമിക്രിയൊക്കെ തുടങ്ങിയ സമയമായിരുന്നു. ശരി. അപ്പോൾ സുരാജിൻ്റെ വീട് വെഞ്ഞാറമ്മൂട്. അപ്പോൾ നമ്മൾ വാടകയ്ക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് താമസിക്കും. ഞങ്ങൾ പിന്നെ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്, അവിടെ താമസിച്ചിരുന്നത്. അപ്പം നമ്മൾ ലോഡ്ജിൽ താമസിച്ചപ്പോൾ സുരാജിൻ്റെ ദിവസവും പോയി വരവ് വലിയൊരു ഇതായി. രാത്രി ഉറങ്ങാതെ വീണ്ടും പോകണ്ടായി. പ്രോഗ്രാംസ് മിക്കവാറും പാറശാല സൈഡിലോട്ടൊക്കെ ആയിരിക്കും. ശരി. അപ്പോൾ പുള്ളിക്കാരൻ ആണോ ഞാനും വരുന്നു, ഓക്കെ ശരി, നമ്മുടെ റൂമിലായിരുന്നു കിടന്നിട്ട്. അങ്ങനെ ഒരുമിച്ച് അല്ലയോ ഒരേ സമിതിയിൽ അങ്ങനെ കളിച്ച് പിന്നെ ഒരു ടൈം വന്നപ്പം പിന്നെ ആശം കയറി. ചേട്ടൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനം ഈ യക്ഷിയും ഞാനും എന്നുള്ള സിനിമയിലായിരുന്നു? അല്ല, അതിനുമുണ്ട്. അതിന് മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ട്. അന്യർ എന്ന് പറയുന്നത് ലെനിൻ രാജൻ സാറിൻ്റെ ഒരു പടം ചെയ്തിരുന്നില്ലേ? പുള്ളി പോലും അറിഞ്ഞില്ല ഞാനതിനകത്തുണ്ടായിരുന്നില്ല. അതേ വേഷമായിരുന്നു. പിന്നെ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടത് ഈ യക്ഷിയും ഞാനും വന്നു. പിന്നെ അത് കഴിഞ്ഞ് സാൻഡ്വിച്ച് എന്ന് പറയുന്നൊരു പടം ചെയ്തു. അതിനു മുമ്പ് ഗൃഹനാഥൻ എന്ന് പറയുന്നൊരു പടം സോണിയ അഗർവാൾ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച ഒരു പടമാണ്, മുകേഷിൻ്റെ. അതിനകത്ത് വേഷം ചെയ്തായിരുന്നു. അത് കുഴപ്പമില്ലാത്ത സാധനമായിരുന്നു. ഇപ്പം എങ്ങനെ ഇപ്പം പുതിയ പ്രൊജക്റ്റുകളൊക്കെ? ഇപ്പം പുതിയ കുറേ സാധനം ചെയ്തു വെച്ചേക്കുക. ഷാജി കൈലാസ് സാറിൻ്റെ പടം ചെയ്തു, പിന്നെ ദിലീഷ് പോത്തിൻ്റെ പടം ചെയ്തു. ഇപ്പം കാത്തൊരു കല്യാണം എന്ന് പറയുന്നൊരു പടം. ഇതിലൊക്കെ എന്താണ് ഇതിലൊക്കെ പ്രധാന വേഷങ്ങൾ എന്ന് പറയുമ്പോൾ? കോമഡി ആണല്ലേ. ഷാജി കൈലാസ് സാറിൻ്റെ പടത്തിനകത്ത് കോമഡി അല്ല ചെയ്തേക്കുന്നത്, പിന്നെ ഒരു കുറ്റാന്വേഷണ കഥയാണ്. പണ്ട് ഒരു 10 വർഷത്തോളം ആയിക്കാണ് നമ്മുടെ എറണാകുളത്ത് ഒരു പെൺകുട്ടിയെ കൊന്നിട്ട് വീപ്പയ്ക്കകത്ത് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് മണ്ടയ്ക്ക് വെച്ചിട്ട് അത് കായലിലിട്ട് അത് 2 മീൻപിടുത്തക്കാർ പോയി പോക്കി. അവരുടെ വലയെ കുടുങ്ങിയതാവത്ത്. ആ മീൻപിടുത്തക്കാർ ഞാനും വിനോദമാണ്. അപ്പോൾ ഈ കഥ റിയാലിറ്റി ഇങ്ങോട്ട് വരും. ഷാജി കൈലാസ് അത് പിന്നെ ഇപ്പം ഷൂട്ട് കഴിഞ്ഞ് സിജു വിൽസൻ്റെ പടമാണ്. ശരി. അപ്പോൾ എന്തായാലും ആഗ്രഹിച്ച കുറേ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും ചേട്ടൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനൊരു വേഷം ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നത്? അങ്ങനൊരു തോന്നലേ ഇല്ല. സത്യം പറ, ഏത് കിട്ടിയാലും ചെയ്യും. എന്നാലൊരു ആഗ്രഹം കാണത്തില്ല? ഇല്ല. വരുന്നത് അങ്ങ് സന്തോഷപൂർവ്വം സ്വീകരിച്ച് അത്രേ ഉള്ളൂ. കാരണം ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും തന്നെ അതൊക്കെ ഒരു ഭാഗ്യം. ശരി. നമുക്കതുകൊണ്ട് ആരോടും പരിഭവമില്ല, പരാതിയില്ല. കിട്ടിയതെല്ലാം സമ്പത്ത്, സന്തോഷം. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, കാരണം നമ്മളെ ഭയങ്കര കക്ഷിയൊന്നുമില്ലല്ലോ. അതെ. എന്തായാലും പേരിൽ മാവേലിക്കര കൂടെ ഉണ്ട് ചേട്ടൻ്റെ. അത് വെക്കാൻ അതായത് തുടക്കം തൊട്ടേ ഉണ്ടോ ഈ ഷാജി മാവേലിക്കര? അതോ ഇല്ല, ഷാജി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മാവേലിക്കര സ്ഥലം അവിടെ എവിടെ വീടെന്ന് ചോദിക്കുമ്പോൾ മാവേലിക്കര അങ്ങനെ പറയുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ വരെ എത്തി എന്ന് പറയുന്നത് നമ്മളൊന്നും ആയില്ല. ഇതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനമല്ലയോ. പിന്നെ തുടക്കത്തിൽ എല്ലാ മനുഷ്യനും കഷ്ടപ്പാടുകൾ. തീർച്ചയായിട്ടും. അതുപോലെ ഞാൻ തുടക്ക സമയത്ത് അന്ന് ടി വി ആണല്ലോ, ടി വിക്കകത്തൊന്ന് മുഖം കാണിക്കണം എന്നുള്ളതാണ്. പഴയൊരു പ്രോഗ്രാം, 5 മിനിറ്റ് പ്രോഗ്രാം. അപ്പോൾ അതിനകത്ത് മുഖം കാണിക്കാം. എന്നെ ഇവിടുന്ന് വിളിച്ചു. അപ്പം നമുക്ക് പ്രോഗ്രാമും ഇല്ല, അങ്ങനൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഞാൻ യൂണിയൻ്റെ മെമ്പറായിട്ടൊക്കെ നടക്കും. അത് ചുമട്ടുതൊഴിലാളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നൊരു സമയമുണ്ടായിരുന്നു. അപ്പം കുറച്ച് ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു, ചുമട്ടുതൊഴിലാളിയായിരുന്നു, പിന്നെ ഭജന പാട്ടുകാരനായിട്ട് നടന്നു, ഗാനമേള പാട്ടുകാരനായിട്ട് നടന്നു, പിന്നെ ബോർഡ് എഴുതാനും വരയ്ക്കാനും ഒക്കെ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് മൃദംഗം വായിക്കാൻ നടന്നു, തബല വായിക്കാൻ നടന്നു. വലിയ പുള്ളിയായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മൾ വിളിച്ച് ഇതുപോലെ ഒരു 5 മിനിറ്റ് പ്രോഗ്രാമുണ്ട്, ദൂരദർശനിൽ വരുന്ന ഒരു വേഷമുണ്ട്, വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പൈസയൊക്കെ കടം മേടിച്ച് പിന്നെ ടി വിക്കകത്ത് മുഖം വരുന്നില്ല, ഓടിച്ച് പൊളിച്ച് ചാടി കയറി മറ്റവൻ്റെ പാൻറ്റൊക്കെ കടം മേടിച്ചിട്ട് പോയി. അവിടെ ചെന്ന് രാവിലെ 8 മണിക്കകത്ത് ചെല്ലണമെന്ന് പറഞ്ഞ് 8 മണിക്കകത്ത് നമ്മളവിടെ ചെന്ന് കുത്തിയിരിക്കുക. രാത്രി 8 മണിയൊക്കെ പറഞ്ഞ് ഇന്ന് ഇല്ല കേട്ടോ. തിരിച്ചു പോയി. അപ്പോൾ ഇനി വരുന്നതിനിപ്പുറം പിന്നെ പുള്ളിക്കാരൻ വീണ്ടും വിളിച്ചു. അപ്പോൾ ഇത് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ, കൊടുത്തിട്ടാവും. അത് പിന്നെ നാളെ ഉണ്ട്, പിറ്റേ ദിവസം പോയി. അങ്ങനെ 5 ദിവസം പോയും വന്നും ഇരുന്ന് 5-ാമത്തെ ദിവസം പറയാം നടക്കത്തില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയത് കാരണം
ഇല്ലാത്ത പൈസയും കടം മേടിച്ച് വേറൊരുത്തൻ്റെ പാൻറ്റ് എല്ലാ ദിവസവും രാത്രി വന്ന് കഴുകിയിട്ടിട്ട് അങ്ങനെയൊക്കെ പോയിട്ട് ഒരു സാധനം കിട്ടാനില്ലാതായിപ്പോയി. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു കക്ഷി വന്നിട്ട്, പുന്നപ്പറയുള്ളൊരു കക്ഷി ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് നമുക്കൊരു 2 എപ്പിസോഡ് ഒന്ന് കഥ എഴുതുമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ മിമിക്രിയുടെ സ്ക്രിപ്റ്റൊക്കെ എഴുതുമായിരുന്നു. അങ്ങനെ ഒരു സാധനമൊക്കെ എഴുതി ഭീമൻ രഘുവിനെ നായകനാക്കിക്കൊണ്ടൊരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരനാണ് ഡേറ്റ് കൊടുത്തു. അപ്പോൾ ഇയാളതിന് സന്തോഷത്തിന് ചാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എഴുതാമെന്ന് പറഞ്ഞു. എല്ലാം എഴുതിയിട്ട് ഷാജിക്കൂടി ഒരു വേഷം എഴുതിച്ചു കേട്ടോ, നമുക്ക് തകർക്കാം, മിക്കവാറും ഏഷ്യാനെറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലയോ. അയ്യോ, അങ്ങനെ 18 ദിവസം പിന്നെ കാട്ടാക്കട ഒരു വനത്തിലെ ഏരിയയിൽ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അതിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, അവിടെ കൊണ്ടിട്ട് എല്ലാം എഴുതി റെഡിയാക്കി ഷൂട്ട് തുടങ്ങുന്നെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞുള്ളൂ വേഷം, 2 ദിവസം കൂടെ ഒന്നു എന്ന് പറഞ്ഞു. അവരങ്ങ് പോയി. ആണോ? ആ, എനിക്കങ്ങാണ്ട് വഴിയറിയോ, കയ്യിലങ്ങാണ്ട് പൈസ ഇരിക്കുന്നു, ആകെ 5 രൂപ കയ്യിരിക്കുമോ കേട്ടോ. അത് കഴിഞ്ഞ് വളരെ വിഷമിച്ച് പിന്നെ അവസാനം ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഭക്ഷണവും കഴിച്ചിട്ടില്ലല്ലോ, ഇറങ്ങി ഫോറസ്റ്റ് അവരോട് ചോദിച്ചിട്ട് ഞാൻ ഇതുപോലെയാണ് സംഭവം. അവർ വന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. ടൗണിൽ വന്ന് കുറേ നമ്മൾ പ്രോഗ്രാം ചെയ്ത ഒരു ഏരിയ ആയിരുന്നു, മാട്ട കളിച്ചിരുന്നു. അപ്പോൾ അവിടെ 2-3 ഓട്ടോക്കാരുണ്ടായിരുന്നു. അവരോട് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ നിന്നില്ലേ, അപ്പോൾ അങ്ങോട്ട് ലോറി പോകുന്നുണ്ട്, കയറ്റി വിടാമെന്ന് പറഞ്ഞ് എറ്റുവാടത്തിനുള്ള ലോറിയെ കയറ്റി എറ്റുവാടത്ത് വിട്ടു. തിരുവനന്തപുരത്ത് നിന്ന് രാത്രി കണ്ണൂർ എക്സ്പ്രസ്സിനകത്ത് കയറി കക്കൂസിൻ്റെ സൈഡിൽ പിച്ചക്കാരെല്ലാം കൂടെ കിടക്കുമല്ലോ, അവരുടെ കൂടെ കയറി കിടന്നു. അപ്പോൾ ടിക്കറ്റ് വേണ്ടല്ലോ. ഇവിടെ വന്ന് ഇറങ്ങി പനി പിടിച്ച് 18 ദിവസമോ 20 ദിവസമോ കണ്ട ആശുപത്രിയിൽ ടൈഫോയിഡായി. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങളാണ്. ചതിക്കപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഫീൽഡ് വിടാമെന്നൊക്കെ വിചാരിച്ചാ ആ സമയത്ത്. പിന്നെ വേറെ മാർഗ്ഗമില്ലല്ലോ, കളക്ടറായിട്ട് ആരും വിളിക്കത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഭാഗ്യം. അതെ, അല്ല നമ്മുടെ ഭാഗ്യം പറഞ്ഞു കേട്ടോ, നമ്മുടെ ഭാഗ്യം. അതായത് ഞാൻ കളക്ടറായിട്ട് വന്നില്ലല്ലോ. വേണ്ട, വിഷയം പറഞ്ഞിട്ടാ. കളക്ടറായിട്ട് വന്നായിരുന്നേലേ നമുക്ക് പണി കിട്ടിയാലേ. അത് ഈ സംഗീതമായിട്ടുള്ള ബന്ധം, സംഗീതം, അച്ഛൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു. പുള്ളി പണ്ട് ഇവിടെയൊക്കെ കെട്ടുമുറുക്കിന് ഭജനയൊക്കെ പാടുന്നത് അങ്ങനെ. അപ്പോൾ അത് ഇങ്ങോട്ട് കിട്ടിയത് അല്ലേ. അതുകൊണ്ടാണ് കുറച്ച് സ്കൂളിൽ യുവജനോത്സവത്തിനൊക്കെ നമ്മൾ പാടി ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയി പ്രൈസൊക്കെ മേടിച്ചിട്ടുള്ളൂ. ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷനൊക്കെ ആണല്ലേ. അതൊക്കെ ഭയങ്കര. ഇത് കാലഘട്ടത്തിലായിരുന്നു തിരുവനന്തപുരത്ത് പാട്ട് സംഗീതമായിട്ട് അഭ്യസിക്കാൻ വേണ്ടി. അങ്ങനെ ഇപ്പോൾ സൂചിക്കണ്ട, ഞാൻ കാലഘട്ടം പറഞ്ഞാൽ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് പറയത്തില്ല. കാലഘട്ടം പറ്റിയത് ആ സമയത്തെ കാര്യങ്ങൾ. ഞാനും ബാലനും ഒക്കെ ഒരുമിച്ചാണ് പഠിച്ചത്, പന്തളം ബാലൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാലൻ പിന്നെ ഗാനമേളയിലേക്ക് മാറി. എന്നിട്ട് ബാലൻ തന്നെ ഒരു ട്രൂപ്പൊക്കെ കിട്ടുക, ഹാസി എന്ന് പറയുന്നൊരു സമിതിയൊക്കെ കിട്ടുന്നത്. ഞാനും ഉല്ലാസും നെൽസണും അങ്ങനെ പ്രമുഖരായിട്ടുള്ള കുറേ മ്യൂസിക് താരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അതിനകത്തൂടെ വരുന്നത്. 4 വർഷം പഠിച്ചു നമ്മൾ. ലാസ്റ്റ് വർഷം ഈ രാഷ്ട്രീയം അങ്ങനൊരു സാധനം കിടക്കുന്നതുകൊണ്ടേ പഠിത്തം ഒന്നും പൂർത്തിയായില്ല. MSM കോളേജിൽ നിന്നും അതുപോലെ തന്നെ പഠിത്തം പൂർത്തിയാക്കാതെ ചാടിയതല്ലേ. MSM എവിടെ? നമ്മൾ കായംകുളം. ഇല്ലേ, MSM കോളേജിൻ്റെ വീരപുത്രനാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അങ്ങനെ വേണ്ട. കാരണം നമ്മളൊരു കലാകാരൻ സമൂഹത്തിൻ്റെ സ്വത്തായിരിക്കണം. അപ്പോൾ ഒരു രാഷ്ട്രീയത്തിനോ ഒരു മതത്തിനോ അങ്ങനെ എല്ലാവർക്കും തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മുടെ ഒരു, കാരണം നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് കൈയടിക്കുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയക്കാരനോ ഒരു മതത്തിൽപ്പെട്ട ആളോ അല്ലല്ലോ. ഇപ്പം നിങ്ങൾ തന്നെ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് ഇല്ലേ, അതിപ്പോൾ പുള്ളി ഇന്ന ഹിന്ദുവാ പോയി ഇൻ്റർവ്യൂ ചെയ്തേക്കാം, അല്ല ക്രിസ്ത്യാനിയാണ് പോയി, അതല്ലല്ലോ. കലാകാരനായി കഴിഞ്ഞു. തീർച്ചയായിട്ടും നമുക്കൊരു രാഷ്ട്രീയമില്ല. നല്ല കാൻഡിഡേറ്റ് ആര് നിന്നാലും വ്യക്തികൾ മാത്രം. തീർച്ചയായിട്ടും നമ്മളങ്ങനെ പാടുള്ളൂ. അതെ. ഈ സംഗീതം ഇപ്പോഴും സൈഡായിട്ട്, അതായത് നമ്മളെ ഈ കൂട്ടുകാരോട്ടത്തോടും അല്ലെങ്കിൽ സിനിമ ഒഴിവ് സമയങ്ങളിലും പാടാറുണ്ടോ? അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? ഇപ്പം നമുക്ക് ഒഴിവ് സമയം കിട്ടാറില്ല. എന്നാലും ഇരിക്കുന്ന രാത്രിയിലൊക്കെ ചെന്നിട്ട് ഹോട്ടലിൽ നമ്മളെല്ലാം ഒത്തുകൂടുന്ന അമ്മമാർ ഇവിടെ നിന്നൊക്കെ തബല ഹാർമോണിയൊക്കെ പൊക്കിക്കൊണ്ട് വരും. എന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര അനത്താ ആണല്ലേ, വെളിയിൽ ആൾ കേൾക്കത്തില്ല, കേട്ട ഐഡിയ തരും അതുവരെ. അപ്പം നമുക്ക് ഒരു 2 വരി ഒന്ന്. പിന്നെന്താ, നമുക്ക് ആദ്യം ഒരു കവിത ചൊല്ലിക്കും, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു. ഓക്കെ. വേർപിരിയുവാൻ മാത്രമൊന്നിച്ചു കൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു, ഈ വേദനകൾ ഏറ്റുവാങ്ങുന്നു, കരളിലെഴുമീണങ്ങൾ ചുണ്ടു നുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു, കൊച്ചു സുഖദുഃഖ മഞ്ചാടിമണികൾ
ചേർത്തുവച്ചു പല്ലാങ്കുഴി കളിക്കുന്നു, വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ, നമ്മളും പിരിയുന്നു, യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ, എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻ തുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും സൗഗന്ധവും മൗനപാത്രങ്ങളിൽ കാത്തുവച്ച മാധുര്യവും മാറാപ്പിലുണ്ടെൻ്റെ മാറാപ്പിലുണ്ട്, അതും പേറി ഞാൻ യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു, യാത്ര തുടരുന്നു. ഓക്കെ, താങ്ക് യു. ചേട്ടാ, അച്ഛനപ്പം പാട്ടുമായിട്ട് നല്ലൊരു താല്പര്യമുള്ള ചേട്ടൻ പാട്ടിലോട്ട്, അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി കുടുംബം, മക്കളുടെ കാര്യം നോക്കുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഇതുമായിട്ടൊരു ടേസ്റ്റ് ഉള്ളതായിട്ടോ? അത് നമ്മുടെ വൈഫിന് നല്ല കലാവാസനയുള്ളതുകൊണ്ട് അവർക്ക് ആർക്കും ഇത് കിട്ടിയിട്ടില്ല. പക്ഷേ മോൻ, മക്കൾ രണ്ടുപേരും, ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ നന്നായിട്ട് കളിക്കുമായിരുന്നു സ്കൂളിലും കോളേജിലും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ വാസന കിട്ടിയിട്ടുണ്ട്. ഒരുത്തൻ മൂത്താള് നല്ല പ്ലെയറാണ്, ഇളയവൻ അതിനെക്കാട്ടി ബെസ്റ്റ് പ്ലെയേഴ്സാണ്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ മൂത്തവൻ പടം വരയ്ക്കും, നന്നായിട്ട് പടം വരയ്ക്കും. വന്നിട്ടുണ്ട്. പപ്പുവേ വാ. ഇവനാണ് നമ്മുടെ വീടിന്റെ നാണക്കേട് മാറ്റിയ ഒരാൾ. കാരണം എന്താ പറയുക, ഞങ്ങളെല്ലാം ഉട്ടാപ്പികളല്ല, ഇവിടെ ആകെ നീളമുള്ളൊരു മനുഷ്യനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇദ്ദേഹം പടം വരയ്ക്കും, നല്ല ഫുട്ബോൾ താരമാണ്. അവന് വലിയൊരു പ്ലെയർ ആകണമെന്നുള്ള ആഗ്രഹമൊക്കെയാണ്. അവരിങ്ങനെ ബോയ്സ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ആണല്ലേ? 10ൽ പഠിച്ചുകൊണ്ടിരിക്കും. ഓ ശരി ശരി. എങ്ങനെയാ സ്കൂളിൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ എല്ലാവരും? അച്ഛൻ്റെ ഈ പ്രോഗ്രാംസ് കണ്ടിട്ട് ആണോ? മോൻ ഇതുപോലെ എന്തെങ്കിലും കൗണ്ടർ സ്കൂളിൽ കുട്ടികൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ കൂടെ തന്നെ ആണല്ലോ നിൻ്റെയും കൗണ്ടർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആണല്ലേ? എല്ലാം പഠിക്കുകയും ഉണ്ട്. ആണല്ലേ? അപ്പം പടം വരപ്പാണ്. പിന്നെ അതല്ലാതെ ഈ പറഞ്ഞ അഭിനയത്തിനോട് എന്തെങ്കിലും താല്പര്യം ഇല്ലാതില്ലെന്നാണോ? മറ്റവന് പിന്നെ ആഗ്രഹമുണ്ട്. ഉണ്ടല്ലേ? അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഭയങ്കര ഉഴപ്പനാവൻ. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ പാട്ട് അച്ഛനിപ്പോ നല്ല കവിത, പിന്നെന്താ നമുക്ക് അച്ഛൻ ഏതെങ്കിലും ഒരു പാട്ടൊന്ന് സജസ്റ്റ് ചെയ്യോ അച്ഛന് പാടാൻ വേണ്ടി? ഞാൻ പാടുന്ന കേട്ടു പോലും. ഒരു ദലം മാത്രം, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളക്കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. തരളക്കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. സൂപ്പർ 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 സൂപ്പർ. ഞാനും കൈയടിച്ചേട്ടു. മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ സ്കിറ്റ് ഏതായിരിക്കും? അതെല്ലാരും പറയുന്നൊരു ഗോകുണ്ട. പിന്നെ ഇതുപോലെ ഈ ഫംഗ്ഷൻസ് ഒക്കെ പോകാറില്ലേ? ഇഷ്ടംപോലെ. അപ്പൊ എല്ലായിടത്തും ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും പറയുന്നുണ്ടോ? എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വേറെ ഒരുപാട് സ്കിറ്റിൽ ഒരുപാട് കൗണ്ടറുകൾ ആൾക്കാർ ഓർത്ത് വെച്ച് പറയുന്നത് ഞങ്ങളിപ്പോൾ കണ്ടതേ ഉള്ളൂ. അതൊരു വലിയ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ നമ്മളെ ഓർക്കുന്നല്ല, നമ്മൾ പറയുന്ന കൗണ്ടറുകളും മനുഷ്യ ആൾക്കാർ ഓർക്കുന്ന പറഞ്ഞാലേ. മുമ്പേ മാഷ് പറഞ്ഞൊരു സാധനം ഒരുപാട് ആൾക്കാർ പറഞ്ഞത് നമുക്ക് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് പോലെ തോന്നുന്നു. കാരണം ഞങ്ങൾ ഒരു ദിവസം എല്ലാ മനുഷ്യനും ടെൻഷനിലാണ്. തീർച്ചയായിട്ടും. വൈകുന്നേരം നിങ്ങളുടെ ഒരു സ്കിറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ സർവ്വ ടെൻഷനും മാറും. ഒരുപക്ഷെ നമ്മളെ കണ്ടുകൊണ്ടായിരിക്കും പറഞ്ഞത് ഞങ്ങൾ ആദ്യം വിചാരിച്ചു. പക്ഷേ കുറേ ആൾക്കാർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെന്ന്. അത് നമുക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണുന്ന ട്രോൾ വീഡിയോസും അതുപോലെ ഇതുപോലത്തെ സ്കിറ്റും അല്ലേ നമുക്ക് കൂടുതലും മനസ്സിന് സന്തോഷവും ചിരിച്ചു പോകും ആരായാലും അതുപോലത്തെ. അല്ല, നമുക്ക് ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് അതിനായിരിക്കും. നമ്മൾ വലിയ കാര്യമില്ല. ഒരുപാട് പേർക്ക് നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും.
ഞാൻ ഇപ്പം ഒരു രാജ്നാരായൺ ഫൗണ്ടേഷൻസ് അതിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞ് ഞാൻ 15 സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഒരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ ഏത് ടെൻഷനിടയ്ക്കും നിങ്ങളുടെ ഒരു സ്കിറ്റ് ഞാൻ എടുത്തിട്ട് കാണും. കണ്ടു കഴിയുമ്പോൾ ഓയ്യോ ഞാൻ ഫ്രീ ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ആ വർഷത്തെ ഞങ്ങളുടെ പ്രൊഡ്യൂസറിന് ശ്രുതി പിള്ള എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിനായിരുന്നു ഏറ്റവും നല്ല പിന്നെ പ്രോഗ്രാം പ്രൊഡ്യൂസറുള്ള അവാർഡ്, കോമഡി പ്രോഗ്രാമിൻ്റെ അവാർഡ് കിട്ടി. അതൊക്കെ നമുക്ക് വലിയൊരു ഭയങ്കര ഒരു ഈശ്വരാനുഗ്രഹം തന്നെയല്ലേ. പിന്നെ മറ്റുള്ള മനുഷ്യനെ ചിരിപ്പിക്കുക, അതൊക്കെ ഒരു. ഇനി അടുത്തിപ്പം ഷൂട്ട് ഏതെങ്കിലും ഉടനെ തുടങ്ങാൻ ഉള്ളതുണ്ടോ? പടം 2 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴേ വെളിവിടണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ന്യൂ ഇയറിൽ തുടങ്ങാനാണ്. കഴിഞ്ഞ പടങ്ങളായി അല്ലേ? അങ്ങനെ പറയും, അതൊക്കെ ഒരു പടമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ഷായിച്ചേൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചിടാ, അപ്പോൾ അതാണ് നിൽക്കുന്നത്. പറഞ്ഞോ. ഓ അല്ല, ഇനിയിപ്പോൾ വേറെ കാര്യമുണ്ട് കുടുംബത്തെ പരിചയപ്പെടാം. ഇവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു. ശാലിനി പ്രസന്റ്, പപ്പു പ്രസന്റ്, അങ്ങനെ വല്ലതും പറയാമെന്ന് പേടിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇത് ശാലിനി എൻ്റെ വൈഫ്, ഇത് സീമന്തപുത്രൻ പത്മനാഭൻ എന്നാണ് പേര്, പപ്പു എന്ന് ഞങ്ങൾ വീട്ടിൽ. ഇത് നമ്മുടെ കിച്ചു എന്ന് വിളിക്കാം. ഷാലിൻ ഷാജി എന്നാണ് പേര്. കാരണം ഈ ശാലിനിയുടെ കുറച്ച് അക്ഷരവും ഷാജിയുടെ കുറച്ച് അക്ഷരവും കൂടെ ചേർത്ത് ഷാലിൻ എന്നിട്ട്. പിന്നെ എനിക്കൊരു അഹങ്കാരത്തിന് ഒരു ഷാജി കൂടെ ചേർത്ത്. അപ്പോൾ ഇവിടെ നിന്നാണ് ചേട്ടൻ ചാർജ് കിട്ടുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ഏറ്റവും കമ്പനിയായിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാർ. അത് വലിയ സംഭവമാണല്ലോ. നമുക്ക് സന്തോഷകരമായ ഒരു കുടുംബത്തിൽ നിന്നേ സന്തോഷകരമായ സ്കിറ്റുകൾ ജനിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും. അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ചേട്ടന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. ചേട്ടൻ്റെ ഭാഗ്യവും നിങ്ങൾ തന്നെ ആയിരിക്കും. അവർക്കൊരു താങ്ക്സ് പറഞ്ഞേരെ. പ്രേക്ഷകരെല്ലാം നന്ദി. നിങ്ങൾക്ക് പറയേണ്ടത് കാരണം ഇവിടാണ്. നിങ്ങളെ ഇഷ്ടം ഇതുപോലെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ എനർജിയും കൊടുക്കുന്നതാണ് ഈ കുടുംബമാണ്, അല്ലേ ചേട്ടാ? യെസ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ചേട്ടാ, ഞങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്. ചേട്ടൻ ഒരുപാട് തിരക്കുണ്ടെന്നറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം അനുവദിച്ചത് ഞങ്ങൾ ഒരുപാട് സന്തോഷവാനാണ്. നിങ്ങൾ ഈ കണ്ട ഈ സമയങ്ങളല്ലാതെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് സമയങ്ങൾ ഞങ്ങൾ ചിരിക്കുമായിരുന്നു. ഈ കൗണ്ടർ എന്ന് പറയുന്ന സ്കിറ്റിലല്ല, ഈ ഫുൾ പുള്ളി വാ തുറന്നാലേ കൗണ്ടർ തന്നെ. ഒരുപാട് നന്ദി ചേട്ടാ. ചേട്ടൻ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുവരെ എനിക്ക് തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും വളരെ നന്ദി. നന്ദിയെന്നല്ല, ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനിയും എൻ്റെ ഈ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടാവണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കാണുമല്ലോ അല്ലേ? ഓക്കെ അല്ലേ? നന്ദി പറ. ടാറ്റ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മീഡിയ ഗ്രാഫിക്സ് TV യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.